പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, രക്ഷിതാക്കളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിന ആഘോഷമേളയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേര് ആട്ടിടയന്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ടല്ലോ. ആട്ടുകളെ മേച്ചിട്ടാണ് അവർ സമൂഹത്തെ സൻവയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട്ടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചങ്ങാതി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി മക്കയിലെ ഒരു വലിയ മലഞ്ചെരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ അല്പമകലെ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെയും അവയെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെയും കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നുകഴിയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയനരികിലെത്തിയപ്പോൾ ഇരുവരും ചോദിച്ചു, ഈ ആട്ടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ? ആട്ടിടയൻ പറഞ്ഞു, ഞാനൊരു വിശ്വസ്തനായ ഇടയനാണ്. എന്റെ യജമാനന്റെ സമ്മതമില്ലാതെ എനിക്ക് ആട്ടുകളിൽ നിന്ന് പാൽ നൽകാനാവില്ല. അതിന്റെ ആട്ടുമുട്ടങ്ങളായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയിട്ടുള്ള ആട്ടുകളുണ്ടോ? അതെ. ആട്ടിടയൻ 1-2 കറവ പറ്റിയ ആട്ടുകളെ കാണിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഒരു ആടിനെ പിടിച്ച് അല്ലാഹു തആലയുടെ നാമം ഉരുവിട്ട് അതിന്റെ അകടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആടിന്റെ അകട് മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആട്ടിടയന്റെ മനസ്സിൽ മുത്തുനബിയോടുള്ള അതുകളില്ലാത്ത സ്നേഹം അത് തീരത്തെ ചുംബിക്കുന്ന തിരുമലകളെ പോലെ വാരി പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിനത് വാങ്ങിക്കുടിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉരുവിട്ട ഈ ദിവ്യവചനവും അതിനുശേഷമുണ്ടായ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഉരുവിട്ട ഈ മനോഹരമായ വചനങ്ങൾ എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ ഈ സംഭവം ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ഈ ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ആട്ടിടയൻ ആരാണെന്ന് അറിയണ്ടേ? പിൻകാലത്തെ സ്വഹാബികളുടെ പ്രമുഖ സ്ഥാനം വഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും നിരവധി വിശേഷങ്ങൾക്ക് ഉടമയായിത്തീർന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി സ്വഹാബിയായ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.